platform for unlimited studies to nurture a better future. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാംഗ്വേജ് വേരിയേഷൻസ് ആണ്, വെറൈറ്റീസ് ഓഫ് ലാംഗ്വേജ് ആണ്. In the first video of linguistics, we dealt with the definitions and characteristics of language, right? So, ഇന്ന് നമ്മൾ വേറെ ഒരു നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ആൻഡ് ഞാൻ ഇവിടെ ഈ വീഡിയോസിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക്, ഇറ്റ് ഈസ് എ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് ഫൊണറ്റിക്സ് ആൻഡ് സ്ട്രക്ചർ ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ്, ഡോക്ടർ വി ശ്യാമല. ആ ടെക്സ്റ്റ് ബുക്കാണ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ വേരിയേഷൻസ് ഇൻ ലാംഗ്വേജ് ആണ് പറയുന്നത്. വേരിയേഷൻസ് ഇൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ലാംഗ്വേജ് വേരിയേഷൻസ് അല്ലെങ്കിൽ ലാംഗ്വേജ് വെറൈറ്റീസ് പറയുമ്പോൾ അതിന് രണ്ട് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡയക്രോണിക് ലാംഗ്വേജ് വേരിയേഷൻസ്, ലാംഗ്വേജിൽ ഓവർ ടൈം വരുന്ന വേരിയേഷൻസും സിങ്ക്രോണിക് ത്രൂ ടൈം വരുന്ന വേരിയേഷൻസുമാണ് നമ്മൾ ഡീൽ ചെയ്യാറുള്ളത്. സിങ്ക്രോണിക് വേരിയേഷൻസിൽ തന്നെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം, ആസ് ഡയലക്ട്, രജിസ്റ്റർ ആൻഡ് നോൺ നേറ്റീവ് വെറൈറ്റീസ്. ഇങ്ങനെ 3 വേരിയേഷൻസ് ആണ് സിങ്ക്രോണിക് സ്റ്റഡിയിൽ നമുക്ക് കിട്ടുന്നത്. അതിൽ ഡയലക്റ്റ് തന്നെ 2 ടൈപ്സ്, റീജിയണൽ ആൻഡ് സോഷ്യൽ. രജിസ്റ്റർ വിൽ ബി റിഗാർഡഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫീൽഡ്, സ്റ്റൈൽ ആൻഡ് മോഡ്. അപ്പോൾ നമുക്ക് മൂവ് ചെയ്യാം ഡയക്രോണിക് സ്റ്റഡിയിലേക്ക്. ഡയക്രോണിക് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ത്രൂ ഡിഫറെൻറ്റ് പീരിയഡ്സ് ഇൻ ഹിസ്റ്ററി. ഹിസ്റ്ററിയിലെ ഡിഫറെൻറ്റ് പീരിയഡ്സ്, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ വേരിയേഷൻസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. ഹിസ്റ്ററി അല്ലെങ്കിൽ അക്രോസ് എ പീരിയഡ് ഓഫ് ടൈം ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ തന്നെ എക്സാമ്പിളായിട്ട് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇംഗ്ലീഷ് ലാംഗ്വേജിന് തന്നെ ഓൾ ദീസ് 3 ഫോംസ് ഓഫ് ലാംഗ്വേജ്, സെയിം ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. അവിടെ നമ്മൾ സ്ട്രക്ചറിൽ ചേഞ്ച് വരുന്നുണ്ട്, അല്ലേ? ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിലും പ്രൊനൗൺസിയേഷനിലും എല്ലാം ചേഞ്ച് വരുന്നുണ്ട്. നമ്മുടെ ഈ മോഡേൺ ഇംഗ്ലീഷും ഓൾഡ് ഇംഗ്ലീഷും കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് നോ റിസംബ്ലൻസ്. രണ്ടും 2 ലാംഗ്വേജ് ആണെന്ന് വരെ നമുക്ക് തോന്നിയേക്കാം, അത്രയും ഡിഫറൻസസ് വരുന്നുണ്ട്. സോ അങ്ങനെ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം നമ്മൾ പഠിക്കുന്ന ലാംഗ്വേജിൻ്റെ വേരിയേഷൻസ് ആണ് diachronic study of language എന്ന് പറയുന്നത്. Next one is synchronic. It is a study of language which is at the given point of time. Now എങ്ങനെയാണ് ലാംഗ്വേജ്, ദ സ്പോക്കൺ ലാംഗ്വേജിൻ്റെ വേരിയേഷൻസ് എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് എക്സിസ്റ്റ്സ്. ഇപ്പോൾ ലാംഗ്വേജിൽ എന്തെല്ലാം വേരിയേഷൻസ് ഉണ്ട്. സെയിം ലാംഗ്വേജ് കുഡ് ബി സ്പോക്കൺ ഡിഫറെൻ്റ്ലി, അല്ലേ? ഒരേ ലാംഗ്വേജ് തന്നെ പല തരത്തിലായിരിക്കും പല ആളുകളും സംസാരിക്കുന്നത്. അപ്പം അതിന് നമുക്ക് പറയാം ജിയോഗ്രഫിക്കലി അതിന് ചേഞ്ചസ് ഉണ്ടാകാറുണ്ട്, അല്ലേ? ജിയോഗ്രഫിക്കലി വെറൈറ്റീസ് ഉണ്ടാകാറുണ്ട്. പിന്നെ സോഷ്യൽ കൺസ്ട്രക്ട്സ് കൊണ്ട് ചേഞ്ചസ് ഉണ്ടാകാറുണ്ട്. ഒന്നും വേണ്ട, ഇൻഡിവിജ്വൽസിൻ്റെ ടൈപ്പ് ഓഫ് സ്പീക്കിംഗ്, അല്ലേ, ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ സംസാരിക്കുന്ന എൻ്റെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ആക്സെൻറ്റ് അതൊന്നും ആയിരിക്കില്ല നിങ്ങളിൽ ഓരോരുത്തർക്കും ഉള്ളത്, എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ ഏരിയയിൽ ഞാൻ സംസാരിക്കുന്ന ലാംഗ്വേജിൻ്റെ അതേ സ്റ്റൈൽ, മലയാളമാകട്ടെ ഇംഗ്ലീഷ് ആകട്ടെ, എൻ്റെ ഏരിയയിൽ എൻ്റെ ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള സംസാരം ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ ജോഗ്രഫിക്കൽ ഏരിയയിൽ. എൻ്റെ സോഷ്യൽ കൺസ്ട്രക്റ്റിലുള്ള വേർഡ്സ് അതായിരിക്കില്ല നിങ്ങൾക്കുള്ളത്. എവറിത്തിങ് വിൽ ബി ഡിഫറെൻറ്റ് അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈം. അങ്ങനെ അറ്റ് എ ഗിവൻ പോയിൻ്റ് ഓഫ് ടൈം നമ്മൾ പഠിക്കുമ്പോൾ ദാറ്റ് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് വിൽ ബി കോൾഡ് എസ് സിങ്ക്രോണിക്. നമ്മൾ പറഞ്ഞു സിങ്ക്രോണിക് സ്റ്റഡിയിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ ആയിരുന്നു ഡയലക്റ്റ്. അപ്പം വാട്ട് ഈസ് എ ഡയലക്റ്റ്? ഡയലക്റ്റ് എന്ന വേർഡ് നമുക്ക് ഡിവൈഡ് ചെയ്യാം 2ആയിട്ട്. ഡയ മീൻസ് across and legin means speak. It is a regional variety of language distinguished by features of vocabulary, grammar and pronunciation from other regional varieties and constituting together with them a single language. The definition itself says everything. അതൊരു റീജിയണൽ വെറൈറ്റി ഓഫ് ലാംഗ്വേജ് ആണ്. ഒരു ഭാഷയുടെ തന്നെ റീജിയണൽ വെറൈറ്റി ആണത്. അതിനകത്ത് തന്നെ വൊക്കാബുലറിയിൽ ഡിഫറൻസ് ഉണ്ടാകാം, ഗ്രാമറിൽ ഡിഫറൻസ് ഉണ്ടാകാം, പ്രൊനൗൺസിയേഷനിൽ ഡിഫറൻസ് ഉണ്ടാകാം. എങ്ങനെ? മറ്റ് റീജിയണൽ വെറൈറ്റീസിൽ നിന്നും. ഈ എല്ലാ റീജിയണൽ വെറൈറ്റീസും കൂടി ചേർന്നിട്ടാണ് ആ ഒരു ലാംഗ്വേജ് ഉണ്ടാകുന്നത്. സോ
സിംപ്ലി നമുക്ക് പറയാം ഇറ്റ് ഈസ് എ റീജിയണൽ ഓർ സോഷ്യൽ വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജിൻ്റെ റീജിയണൽ വെറൈറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ വെറൈറ്റിയാണ് ഡയലക്റ്റ് എന്ന് പറയുന്നത്. അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമുക്ക് പ്രൊനൗൺസിയേഷനിൽ ചേഞ്ച് ഉണ്ടാകാം, ഗ്രാമറിൽ ചേഞ്ച് ഉണ്ടാകാം, അതല്ലെങ്കിൽ വൊക്കാബുലറിയിലും മാറ്റം വരാം. നമുക്ക് സിംപ്ലി നമുക്കറിയാവുന്ന കാര്യമാണ് മലയാളത്തിൽ തന്നെ എന്തോരം ചേഞ്ചസ് ആണ് ഓരോ ഏരിയാസിലുള്ളതെന്ന് അല്ലേ. എ സിമ്പിൾ വേർഡ് വാട്ട് എന്നതിന് ഓരോ ഏരിയാസിനനുസരിച്ച് നമ്മൾ കളിയാക്കിയാണെങ്കിലും പറയാറുണ്ട് ട്രിവാൻഡ്രം സ്റ്റൈലിൽ എന്തിര്, എന്തുവ, എന്താ, എന്താണ് അല്ലേ. ഇങ്ങനെ ഓരോ സ്റ്റേറ്റിലും അല്ലെ ഓരോ ഡിസ്ട്രിക്റ്റിലും അതിന് ഡിഫറൻസ് ഉണ്ടാകും, ഓരോ ഏരിയാസിലും അതിന് ഡിഫറൻസ് ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇങ്ങനെ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പം എന്നാലും ഓൾ ദീസ് റീജിയണൽ വെറൈറ്റീസ്, ഓൾ ദീസ് വേർഡ്സ് ആർ പാർട്ട് ഓഫ് ദ ലാംഗ്വേജ് മലയാളം അല്ലേ. ഇതെല്ലാം മലയാളത്തിൻ്റെ തന്നെ പാർട്ടാണ്. അപ്പം ഇത് മലയാളം അല്ല എന്ന് പറയാൻ പറ്റൂ, രണ്ട് വേർഡ്സും രണ്ടാണ് അല്ലെങ്കിൽ ഇല്ല അല്ലേ. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഏത് പോർഷൻ കേട്ടാലും നമുക്ക് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ വി വിൽ സേ ദാറ്റ് they all are part of the language മലയാളം. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഗ്രാമർ അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ്റെ വൊക്കാബുലറി ചെറിയ ചേഞ്ചസ് വന്നാലും എന്തായിരിക്കും, അത് സെയിം ലാംഗ്വേജിൻ്റെ തന്നെ റീജിയണൽ വെറൈറ്റി ആയിട്ട് നമ്മൾ കാണും. ഇങ്ങനെ എല്ലാ റീജിയണൽ വെറൈറ്റീസും കൂടി ചേർന്നാണ് സിംഗിൾ ലാംഗ്വേജ് ഉണ്ടാകുന്നത്. ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ദ സ്റ്റാൻഡേർഡ് വെറൈറ്റി ഓഫ് ദ ലാംഗ്വേജ്. എല്ലാ ലാംഗ്വേജിനും ഒരു സ്റ്റാൻഡേർഡ് വെറൈറ്റി ഉണ്ടാകും. അതിൽ നിന്നും ഈ റീജിയണൽ വെറൈറ്റി എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും, മോസ്റ്റ് പ്രോബബ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. എന്താണ് സ്റ്റാൻഡേർഡ് വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ് എന്നുള്ളത് വി ക്യാൻ സ്റ്റഡി ലേറ്റർ. ഇനി സോഷ്യലക്റ്റ് എന്നത് എന്താണെന്ന് ഇവിടെയുണ്ടല്ലേ, ഡയലക്റ്റ് എന്ന് പറഞ്ഞ പോലെ സോഷ്യലക്റ്റ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻസ് കൊണ്ട് ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഡയലക്ട്സിൽ തന്നെയുള്ളൊരു പോർഷനാണ്. ഇതിനെ ക്ലാസ് ഡയലക്ട്സ് എന്നും നമ്മൾ പറയാറുണ്ട്. സിംപ്ലി നമുക്ക് അറിയാം പണ്ട് കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ അത്രയും നമ്മൾ അറിയില്ലെങ്കിലും പണ്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ടി വിസിലും മൂവീസിലൊക്കെ നമ്മൾ കാണാറുണ്ട് നമ്പൂതിരി സ്റ്റൈൽസ് അല്ലേ. നമ്പൂതിരിമാർ സംസാരിക്കുന്ന ഒരു പ്രത്യേക ഒരു ടോണൊക്കെ ഉണ്ട് അവരുടെ സംഭാഷണത്തിന്. അത് നമുക്ക് മലയാളം തന്നെയാണ്, നമ്പൂതിരിമാരുടെ ഒരു സ്പെഷ്യൽ ഡയലക്റ്റായിട്ട് നമുക്കതിനെ കാണാം. അതല്ലെങ്കിൽ ഫിലിംസിൽ മിക്കവാറും മാമുക്കോയ ഒക്കെ പോർട്രേ ചെയ്യുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രമായി കൊടുക്കുന്ന ഒരു പ്രത്യേക കൈൻഡ് ഓഫ് ലാംഗ്വേജ് സ്റ്റൈൽ അല്ലേ. അപ്പോൾ അതും ഒരു സോഷ്യലക്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇംഗ്ലീഷിൽ ബെർണാഡ് ഷായുടെ പിഗ്മാലിയനിൽ അല്ലെ എലീസയുടെ ലാംഗ്വേജ് ഉണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് കോക്നി. കോക്നിയിൽ എലീസയെ എങ്ങനെയാണ്, കോക്നി ഡയലക്റ്റ് സംസാരിക്കുന്ന എലീസയെ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലേക്ക് എലീസ വരുന്നത് അല്ലേ. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അതൊരു ലോ ക്ലാസ്, അവിടെ ക്ലാസ്സിനാണ് ഇമ്പോർട്ടൻസ്. എലീസയുടെ ലാംഗ്വേജ് ഇറ്റ് ഇസ് നോട്ട് എലീറ്റ്, അത് ലോ ക്ലാസ് ഡയലക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ഡയലക്ട്സ് വിൽ ബി ബേസ്ഡ് ഓൺ ക്ലാസ്, അതല്ലെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻസ്. സോ അതിനെയാണ് നമ്മൾ സോഷ്യലക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ബ്രാഹ്മിൻസിൻ്റെ അല്ലെങ്കിൽ നമ്പൂതിരി ഡയലക്റ്റ് അല്ലേ, നമ്പൂതിരി ഡയലക്റ്റ് ഇൻ മലയാളം, അത് നമുക്ക് ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. ഓക്കെ, നൗ അടുത്ത ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്, ഐസോഗ്ലോസസ്. ഐസോഗ്ലോസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റഡി ഓഫ് ഡയലക്ട്സിന് ഒരു പേരുണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് ഡയലക്ടോളജി. സ്റ്റഡി ഓഫ് ഡയലക്ട്സ് ഇസ് നോൺ ആസ് ഡയലക്ടോളജി. അപ്പം ഡയലക്റ്റ് നമ്മൾ പഠിക്കണമെങ്കിൽ അല്ലേ, ഡയലക്റ്റിന് റീജിയണൽ വെറൈറ്റീസ് വരും. ഓരോ ലാംഗ്വേജിനും ഓരോ ഏരിയാസിലായിട്ട് ഓരോ വേർഡ്സും ഡിഫറെൻ്റ്ലി സ്പോക്കൺ ആണ് അല്ലേ. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സ് ചേഞ്ച് വരുമ്പോൾ വി മാർക്ക് ഇറ്റ് വിത്ത് എ ലൈൻ. മാപ്പിൽ നമ്മൾ എപ്പോഴും ജോഗ്രഫിക് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്നു ഈ ലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സിൻ്റെ ചേഞ്ചിനെ മാർക്ക് ചെയ്യാനായിട്ട്. ആ ലൈനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഐസോഗ്ലോസ് എന്ന് വിളിക്കുന്നത്. According to Wikipedia, isogloss is the geographic boundary of a certain linguistic feature such as the pronunciation of a vowel, the meaning of a word, or the use of some morphological or syntactic feature. So such distinct lines which we mark അല്ലെ, ജോഗ്രഫിക്കൽ ഏരിയാസ് അനുസരിച്ച് ആ വേർഡിന് വരുന്ന ചേഞ്ചസ് കാണിക്കാൻ വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്ന ലൈൻസ് ആണ് ആക്ച്വലി ഐസോഗ്ലോസസ്, a word usage boundary
അല്ലേ? ലുക്ക് അറ്റ് ദാറ്റ് പിക്ചർ ഹിയർ. അവിടെ സോഫ്റ്റ് ഡ്രിങ്ക്സിന് ഓരോ ഏരിയയിലും പറയുന്ന ഡിഫറെൻറ്റ് വേർഡ്സ്. പോപ്പ് എന്ന് യൂസ് ചെയ്യുന്നവർ, കോക്ക് എന്ന് പറയുന്നവർ, സോഡ എന്ന് പറയുന്നവർ, അല്ലെ മറ്റു ഏതെങ്കിലും വേർഡ്സ് യൂസ് ചെയ്യുന്നവർ, ഒരു ഡേറ്റ് അവരെന്താ പറയുന്നതെന്ന് അറിയാത്തത്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കളേഴ്സ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുന്ന ആ ലാംഗ്വേജിൻ്റെ ആ ഒരു ചേഞ്ചസിനെ ലൈൻസ് യൂസ് ചെയ്യുമ്പോൾ അതാണ് ഐസോഗ്ലോസസ്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഇതുപോലെ ഐസോഗ്ലോസസ് വരച്ച് സെയിം മാപ്പിൽ തന്നെ വരയ്ക്കുമ്പോൾ വാട്ട് ഹാപ്പൻ, ദർ വിൽ ബി ക്രിസ് ക്രോസസ് ആൻഡ് ഓവർലാപ്സ്, അല്ലേ? ഒരുപാട് എല്ലാ വരകളും കൂടി ചേർന്ന് കുത്തി വരഞ്ഞ്, അല്ലേ, നല്ല ബോറായിട്ട് വരും. അപ്പം നമ്മൾ ആദ്യം ഒരു ഐസോഗ്ലോസ് വരച്ചു, ഇങ്ങനെ പോയി. അടുത്ത ഐസോഗ്ലോസ് നമ്മൾ വരച്ചപ്പോൾ അത് ഇങ്ങനെയാണ് പോയത്. നെക്സ്റ്റ് വൺ ഇങ്ങനെ പോയി, പിന്നെ അടുത്തത് ഇങ്ങനെ പോയി. അങ്ങനെ ഐസോഗ്ലോസസ് വരച്ച് എല്ലാം കൂടി ഒരു ബണ്ടിലായി മാറുന്നു. ഇങ്ങനെ ഒരുപാട് ഐസോഗ്ലോസസ് ചേർന്ന് ഒരുമിച്ച് വരുന്ന ആ ബണ്ടിൽ വരുന്ന ഏരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബണ്ടിൽ ഓഫ് ഐസോഗ്ലോസസ്. ദിസ് ബണ്ടിൽസ് മാർക്ക് ദ ഡയലക്ട് ബൗണ്ടറി. അപ്പം ഈ ബണ്ടിലുകൾ എന്ത് മാർക്ക് ചെയ്യുന്നു? ഡയലക്റ്റിൻ്റെ ബൗണ്ടറി എന്താണെന്ന് മാർക്ക് ചെയ്ത് തരുന്നു. ഓക്കെ, ഡയലക്ട് ബൗണ്ടറി എന്ന് പറയുമ്പോൾ ബണ്ടിൽസ് മാർക്ക് ചെയ്യുന്നു. ബണ്ടിൽസ് ആണ് ഡയലക്ട് ബൗണ്ടറി മാർക്ക് ചെയ്യുന്നത്. ബണ്ടിൽസ് എന്താണ്? ഒരുപാട് ഐസോഗ്ലോസസ് ഒരുമിച്ച് വന്ന് ഓവർലാപ്പ് ചെയ്ത് ഒരു കട്ടി രൂപത്തിൽ വരുമ്പോൾ അവിടെ ബണ്ടിൽ ഓഫ് ഐസോഗ്ലോസസ് ആയി. ഇനി രണ്ട് വേർഡ്സ് കൂടി, അല്ലേ? ഡയലക്ട്, മാപ്പ്. സിംപ്ലി എന്തായിരിക്കും? ലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സ് സ്പെസിഫൈ ചെയ്യുന്ന ഒരു മാപ്പ് നമ്മൾ നേരത്തെ കണ്ടതാണ്, അല്ലേ? ദാറ്റ് ഈസ് എ ഡയലക്ട് മാപ്പ്. അപ്പം ഡയലക്ട് മാപ്പിൻ്റെ കളക്ഷൻ എന്തായിരിക്കും? നാച്ചുറലി ഇറ്റ് വിൽ ബി ഡയലക്ട് അറ്റ്ലസ്. ഡയലക്റ്റും ഒരു ലാംഗ്വേജും എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, നമുക്ക് ലാംഗ്വേജിൽ നമ്മളിപ്പോൾ ഒരുപാട് വേർഡ്സ് എന്താണ്, എന്തുവാ, എന്താ, എന്തൊരു, ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും, അല്ലേ, അതെല്ലാം ഒരു ലാംഗ്വേജിൻ്റെ തന്നെയാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകും, അല്ലേ? മ്യൂച്വൽ ഇൻ്റലിജിബിലിറ്റി ഈസ് ദെയർ. ഈ മ്യൂച്വൽ ഇൻ്റലിജിബിലിറ്റിയാണ് ശരിക്കും ഒരു ഡയലക്റ്റിനെ ആ ലാംഗ്വേജിൻ്റെ കീഴിലാക്കുന്നത്. സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി ആൻഡ് പവർഫുൾ കമ്മ്യൂണിറ്റി may manage to acquire its dialect as a language. Sometimes സോഷ്യലി ഇച്ചിരി അപ്വേർഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അത് മറ്റുള്ളവർ ട്രൈ ടു ഇമിറ്റേറ്റ്. പൊളിറ്റിക്കൽ അപ്വേർഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പവർഫുൾ കമ്മ്യൂണിറ്റി ഏതാണോ അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എല്ലാം എന്തായി മാറിയേക്കാം? പിന്നീട് ഒരു സ്റ്റാറ്റസ് സിംബലായിട്ട് മാറിയേക്കാം. സോ അതർ സ്പീക്കേഴ്സ് ട്രൈ ടു യൂസ് ദിസ് ലാംഗ്വേജ്. അവരും ഇതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മളും ആ ലാംഗ്വേജ് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സ്റ്റാൻഡേർഡ്, അല്ലെ, അല്ലെങ്കിൽ അവരൊരു സോഷ്യൽ ക്ലാസ്, ദേ യൂസ് ദിസ് കൈൻഡ് ഓഫ് പെർട്ടിക്കുലർ വെറൈറ്റി ആൻഡ് സോ ഐ ഷുഡ് ഓൾസോ ചൂസ് ടു യൂസ് ദാറ്റ് വെറൈറ്റി എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ച് എല്ലാവരും ആ ലാംഗ്വേജിനെ തന്നെ മുന്നിൽ നിർത്തി കാണുമ്പോഴാണ് വാട്ട് വിൽ ദാറ്റ് ബിക്കം? ഇറ്റ് വിൽ ബിക്കം എ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്. അപ്പോൾ ഒരു ലാംഗ്വേജ്, അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്? സിംപ്ലി ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ദാറ്റ് കെയിം അപ്വേർഡ് maybe because of a socially, politically or powerful community using it and others are trying to acquire it. Okay, അപ്പം സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൻ്റെ കേസിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. It is a dialect of the South East England. സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലെ ഇംഗ്ലീഷാണ് എന്തായി മാറിയത്? സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷായിട്ട് മാറിയത്. നമുക്ക് അപ്പം എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആയത്? നമുക്ക് ചിന്തിക്കാവുന്നതുള്ളൂ, അല്ലേ? സോഷ്യലി അല്ലെങ്കിൽ പൊളിറ്റിക്കലി അല്ലെങ്കിൽ പവർഫുൾ കമ്മ്യൂണിറ്റി യൂസ് ചെയ്തിരുന്നു എന്ന് പറയാം. ഇവിടെ അതിന് സ്റ്റാൻഡേർഡ് ആകാനുണ്ടായ ചില കാരണങ്ങളാണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ എഡ്യൂക്കേറ്റഡ് സ്പീക്കേഴ്സ്. എഡ്യൂക്കേറ്റഡ് സ്പീക്കേഴ്സ് യൂസ് ചെയ്തു എന്ന് പറയാൻ കാര്യം, ദ കോർട്ട് ആൻഡ് ദ 2 യൂണിവേഴ്സിറ്റീസ് ഓഫ് ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ് വർ സിറ്റുവേറ്റഡ് ഹിയർ. ഈ സൗത്ത് ഈസ്റ്റ് ഓഫ് ഇംഗ്ലണ്ടിലാണ് ഈ 2 യൂണിവേഴ്സിറ്റീസ് ഉള്ളത്. അവിടെയുള്ള ലാംഗ്വേജ്, അവിടുത്തെ കോർട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, അവിടെ പഠിച്ച് വരുന്നവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, എവറിത്തിങ് ഇസ് ദ സെയിം. ആൻഡ് ഓൾസോ ബ്രിട്ടീഷ് പബ്ലിക് സ്കൂളും ഇതേ ലാംഗ്വേജാണ് പഠിപ്പിക്കുന്നത്. സോ വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കലി സോഷ്യലി ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നത് സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലെ ആ വെറൈറ്റി ഓഫ് ഡയലക്റ്റ് ആണ്. Therefore, that became standard English and it is also used by BBC. അങ്ങനെ അത് widely used language ആയിട്ട് മാറി. BBC യൂസ് ചെയ്യുമ്പോൾ വേൾഡ് വൈഡ് the same variety, the of South East of England became the standard English. ഇതേ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൻ്റെ pronunciation is now taught as RP, the received pronunciation. അത് തന്നെ കറക്റ്റ്ലി പ്രൊനൗൺസ് ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല.
ബട്ട് സ്റ്റിൽ അതിനകത്ത് തന്നെ നമ്മൾ മോസ്റ്റ്ലി നമ്മൾ വേർഡ്സിൻ്റെ പ്രൊനൗൺസിയേഷൻ ഫൊനറ്റിക്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഈ സൗത്ത് ഈസ്റ്റ് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഡയലക്റ്റ് ആയിട്ടുള്ള ആ ഇംഗ്ലീഷിൻ്റെ വെറൈറ്റിയാണ്. ഡാനിയൽ ജോൺസിൻ്റെ ബുക്സിലെല്ലാം നമ്മൾ കാണുന്ന സെയിം പ്രൊനൗൺസിയേഷൻ. ബട്ട് നൗ നമ്മുടെ വേർഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് എവറിത്തിങ് ഒക്കേർഡ്. നമ്മുടെ ലോകത്ത് ഇപ്പം പലരും പല വെറൈറ്റീസ് ഓഫ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് തന്നെ ഇപ്പം ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ്, ഇന്ത്യൻ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്, ഇങ്ങനെ കനേഡിയൻ ഇംഗ്ലീഷ്, ഇങ്ങനെ ഇംഗ്ലീഷിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഇതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇൻ്റർമിംഗിൾഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സ്പെല്ലിങ്സ് ഇറ്റ്സെൽഫ് അല്ലെ, നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെല്ലിംഗ് എന്ന് പറയുന്നത് അമേരിക്കൻ ആണോ ബ്രിട്ടീഷ് ആണോ എന്നുള്ളത് ഇറ്റ് ഈസ് റിയലി എ കൺഫ്യൂസിങ് തിങ് ഫോർ അസ്. ആൻഡ് സോ അപ്പം അങ്ങനെ ഏത് ലാംഗ്വേജ് ഏത് വെറൈറ്റി അതുകൊണ്ട് തന്നെ ഏത് വെറൈറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺഫ്യൂഷൻ നമ്മുടെ ഇടയിലുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ് നൗ ഡേയ്സ്. സ്റ്റിൽ received pronunciation is the pronunciation of the dialect of the southeast of England. That is the accent of the standard English. With this, I'm winding up this session of varieties of language in the part ഇനിയും വരാനുണ്ട്. നമ്മൾ ഡയലക്റ്റ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. We have to discuss about registered and non-native varieties. Will come up in the coming videos. If you like the video, please do like it, share it, and subscribe our channel for more videos.